വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ LDFന് UDFനേക്കാൾ 14 സീറ്റുകളുടെ മേൽക്കൈ കിട്ടുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ സർവേ പ്രവചിക്കുന്നു. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിലെ പ്രവചനം നാളെ പീപ്പിൾ TV പുറത്തുവിടും. കേരളത്തിലെ 97 നിയമസഭാ മണ്ഡലങ്ങളിലെ 775 ബൂത്തുകളിലായി 20,111 വോട്ടർമാരിൽ നിന്ന് 93 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പീപ്പിൾ ടിവിക്ക് വേണ്ടി നടത്തിയ സർവേ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപുലമായ അഭിപ്രായ സർവേയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന മലബാർ മേഖലയിലെ 60 സീറ്റുകൾ നിർണായകമാണ്. ഈ മേഖലയിലെ രാഷ്ട്രീയക്കാറ്റ് സർവേ ഇങ്ങനെ പ്രവചിക്കുന്നു. മലബാറിന്റെ പ്രഡിക്ഷൻ 60 സീറ്റുള്ള മലബാർ എങ്ങനെയായിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം ഞങ്ങൾ ഇവിടെ പുറത്തുവിടുകയാണ്. നോക്കുക. മലബാർ പ്രഡിക്ഷൻ LDF 36 മുതൽ 38 സീറ്റുകൾ, UDF 22 മുതൽ 24 സീറ്റ് വരെ, BJP 2 സീറ്റ് വരെ പിടിക്കാം. വോട്ടിംഗ് LDFന് 36 മുതൽ 38 വരെ സീറ്റ് കിട്ടുമെങ്കിൽ 43.3% വോട്ട്. UDFന് 22, 24 അതിൽ 40.9% വോട്ട്. BJPക്ക് 0 to 2 പക്ഷേ 9.3% വോട്ട്. മറ്റുള്ളവർ ഇല്ല, അത് പറയാം. മറ്റുള്ളവർ 6.5. ഇതാണ് ഡോക്ടർ ഐസക് CS-ന്റെ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ. 2011 ആകെയുള്ള 60 സീറ്റുകളിൽ UDF 32-ലും LDF 28-ലും വിജയിച്ചു. എന്നാൽ ഇത്തവണ LDFന് 36 മുതൽ 38 വരെ സീറ്റുകളും UDFന് 22 മുതൽ 24 വരെ സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. BJPക്ക് 2 സീറ്റുകൾ ലഭിക്കാനും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും സാധ്യതകളും കേരളത്തിന്റെ പൊതുചിത്രവും ബുധനാഴ്ച വൈകിട്ട് 7 മുതൽ നടക്കുന്ന സർവേ വിശകലനത്തിൽ പ്രവചിക്കും. ന്യൂസ് ഡെസ്ക്. സോളാർ ബാർകോഴ ആരോപണങ്ങൾ UDFനെതിരെ ശക്തമായ ജനവികാരമുണ്ടാക്കിയതായി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പീപ്പിൾ ടിവിക്ക് വേണ്ടി നടത്തിയ അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ആരോപണങ്ങളിൽ അന്വേഷണങ്ങൾ ശരിയായ ദിശയിലല്ലെന്നും ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നു. UDF സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിലുള്ള പ്രധാന വിഷയമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. അഴിമതി തടയുന്നതിൽ സർക്കാർ വിജയിച്ചു. വളരെ സ്പെസിഫിക് ആയിട്ടു. ആദ്യം ഒരു കമ്പാരിസൺ വന്നു. 2, അഴിമതി തടയുന്നതിൽ സർക്കാർ വിജയിച്ചു. തൃപ്തർ 25.2 മാത്രം. അസംതൃപ്തർ 65.7. അതിനർത്ഥം UDFന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നവർ പോലും ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ലീവേ കൊടുക്കാൻ തയ്യാറായില്ല. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം. രാഷ്ട്രീയ കുടിപ്പക എന്ന് ചിന്തിക്കുന്ന, എനിക്ക് തോന്നുന്നു സൂര്യനാരായണന്റെ അനുയായികളാണ് 20.9 പേർ രാഷ്ട്രീയ കുടിപ്പക. ഗുരുതരം അന്വേഷണം വേണം 56.6. അഴിമതി തടയുന്നതിൽ UDF സർക്കാർ പരാജയമാണെന്ന് 65.7% പേർ അഭിപ്രായപ്പെടുന്നു. സോളാർ അഴിമതി അതീവ ഗുരുതരമാണെന്ന് 56.6% പേർ പറയുമ്പോൾ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന UDF നിലപാടിനെ പിന്തുണയ്ക്കുന്നത് വെറും 20.6% പേർ മാത്രം. ബാർക്കോഴ കേസ് ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് 59% പേർ അഭിപ്രായപ്പെടുമ്പോൾ ഇവിടെ UDF നിലപാടിനെ പിന്തുണയ്ക്കുന്നത് 17.9% പേർ. അഴിമതി തടയുന്നതിൽ മികവ് LDFനാണെന്ന് 50.2% പേർ പറയുമ്പോൾ 22.7% പേരുടെ പിന്തുണ UDFനുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വിലക്കയറ്റം തടയുന്നതിലും സർക്കാർ പരാജയമാണ്. ക്ഷേമനിധികൾ, വികസനം, ജനസമ്പർക്ക പരിപാടി, മദ്യനയം, ക്രമസമാധാനം എന്നിവയിൽ UDFന് മേൽക്കോയുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് വെറും 36.4% പേർ മാത്രം. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് 27.7% പേർക്ക് പൂർണ്ണ തൃപ്തിയും 28.8% പേർക്ക് ഏറെക്കുറെ തൃപ്തിയുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം പേരും തൃപ്തരല്ല. കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായതോടെ BJPയുടെ സാധ്യതകൾ കുറഞ്ഞെന്നാണ് 54.6% പേരും അഭിപ്രായപ്പെടുന്നത്. വോട്ട് ചെയ്യുന്നതിൽ പ്രഥമ പരിഗണന എന്തിനെന്ന ചോദ്യത്തിന് 43.5% പേർ പാർട്ടിക്കെന്നും
41.4% പേർ സ്ഥാനാർത്ഥിക്കെന്നും മറുപടി നൽകുന്നു. ന്യൂസ് ഡെസ്ക്. പാമോളിൻ അഴിമതി ഇടപാടുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയെന്ന് തൃശൂർ വിജിലൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിരുന്നതായി കോടതിയുടെ നിരീക്ഷണം. കേസിലെ 3-4 പ്രതികളായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളാണെന്നും ഇരുവരെയും കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. സോളാർ ബാർക്കോഴ വിവാദങ്ങളിൽ രക്ഷപ്പെട്ടു നിന്നിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. പാമോലിൻ ഇടപാട് നടക്കുമ്പോൾ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്ന് കോടതി പരാമർശിച്ചു. കേസിലെ 3-ാം പ്രതിയായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശം. മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. അഴിമതി കേസുകളിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കി. അതനുസരിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അനുസരിക്കുകയല്ലാതെ വേറെ അവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഈ 2 പ്രതികളുടെയും ഡിസ്ചാർജ് പെറ്റീഷന് അലവ് ചെയ്തിട്ട് അവരെ. ഇടപാടിന് മുമ്പ് അന്നത്തെ ധനമന്ത്രി ഫയൽ കാണണമെന്ന് അഡീഷണൽ സെക്രട്ടറി നോട്ട് എഴുതിയിരുന്നു. ഉമ്മൻചാണ്ടി ഫയൽ കണ്ടിരുന്നതായുള്ള നിരീക്ഷണം പരിഗണിച്ചാണ് വിടുതൽ ഹർജിയിലെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടായത്. തനിക്ക് ഇടപാടിൽ പങ്കില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു. 1991-92 കാലയളവിൽ അധിക വില നൽകി പാമോലിൻ ഇറക്കുമതി ചെയ്ത കേസിൽ 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് വെളിച്ചത്ത് വരുന്നത്. കേസിലെ 2-ാം പ്രതി TH മുസ്തഫ, 5-ാം പ്രതി ജിജി തോംസൺ എന്നിവർ പ്രതിയായി തുടരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉമ്മൻചാണ്ടി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ തൃശൂർ വിജിലൻസ് കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടിയേരിയുടെ പ്രതികരണം. ഇപ്പോൾ തൃശൂർ വിജിലൻസ് ജഡ്ജി ഇത്തരമൊരു പരാമർശം നടത്തിയ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതികർത്തുകൊണ്ട് ഈ കേസിൽ അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടി കൂടി കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കണം. ഏത് സന്ദർഭത്തിൽ ആ കേസ് കോടതിയിൽ വിചാരണക്കെടുത്താലും ഉമ്മൻചാണ്ടി പ്രതിനിധിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ആ കേസിൻ്റെ ഫയൽ പരിശോധിച്ച് നോക്കിയാൽ അത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് അഴിമതിയുടെ ഒരു കണിക പോലും ഞങ്ങൾ കോൺഗ്രസ് വെച്ചുപുറപ്പിക്കില്ലതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പാമോയിൽ കേസിൽ ഇപ്പോൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിൻ്റെയും നിലപാട് എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. തിരികെ വാർത്തകളിലേക്ക്. പാമോലിൻ കേസിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാവുകയാണ്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഉണ്ടായ കോടതി പരാമർശം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കും. മുഖ്യമന്ത്രിക്കെതിരെ തുടരെ ആരോപണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അസംതൃപ്തിയിലായിരിക്കെയാണ് ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതി പരാമർശവും വന്നിരിക്കുന്നത്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വൻ തിരിച്ചടിയുണ്ടാകും എന്ന വസ്തുത കൂടി മനസ്സിലാക്കിയാണ് VM സുധീരനെയും ചെന്നിത്തലയെയും കൂടി കളത്തിലിറക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. കേരളത്തെ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചുവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാത്തത് അദ്ദേഹത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് കോടതി പരാമർശം. പാമോയിൽ കേസിൽ വിജിലൻസ് കോടതി പരാമർശം സോളാർ ആരോപണങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയവുമാകും. ഇത് UDF-നെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിരോധത്തിലുമാക്കും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കോൺഗ്രസിലെ ആവശ്യത്തിന് കൂടുതൽ ശക്തി പകർന്നുകൂടിയായി മാറുകയാണ് വിജിലൻസ് കോടതി പരാമർശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പീപ്പിൾ പുറത്തുവിട്ടു. പുതുമുഖങ്ങൾക്കോ വനിതകൾക്കോ കാര്യമായ പ്രാതിനിധ്യം ഇക്കുറിയുമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവർ മത്സര രംഗത്തുണ്ട്. ഘടകകക്ഷികളിൽ നിന്ന് ചില മണ്ഡലങ്ങൾ ഏറ്റെടുക്കുന്നതുൾപ്പെടെ 89 മണ്ഡലങ്ങളിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. KPCC അധ്യക്ഷൻ തൃശൂർ ജില്ലയിലെ മണലൂരിൽ മത്സരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും മണ്ഡലങ്ങൾക്ക് മാറ്റമില്ല. തിരുവനന്തപുരം ജില്ലയിൽ കാതലായ മാറ്റങ്ങളില്ല. AT ജോർജ് ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാർ അതത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. AT ജോർജിന് പകരം നെയ്യാറ്റിൻകര സനലിനാകും പാറശാല സീറ്റ്. K മുരളീധരൻ വട്ടിയൂർക്കാവിലും VS ശിവകുമാർ തിരുവനന്തപുരത്തും വീണ്ടും ജനവിധി തേടും. രാജ്മോഹൻ ഉണ്ണിത്താൻ കുണ്ടറയിലോ ചാത്തന്നൂരോ ജനവിധി തേടുമ്പോൾ INTUC നേതാവ് പത്തനാപുരത്താവും മത്സരത്തിനിറങ്ങുക. പത്തനംതിട്ടയിൽ മന്ത്രി അടൂർ പ്രകാശിനോ ശിവദാസൻ നായർക്കോ സീറ്റ് നഷ്ടമായേക്കുമെന്നും പട്ടിക സൂചിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കാതലായ മാറ്റങ്ങളില്ല. ഇവിടെ യുവനിരയിൽ നിന്ന് M ലിജുവും PC വിശ്വനാഥും മത്സരരംഗത്തെത്തുമെന്നാണ് സൂചന. കോട്ടയം, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ കാതലായ മാറ്റമൊന്നുമില്ല. പൂഞ്ഞാറിൽ DCC പ്രസിഡന്റ് ടോമി കല്ലാനി മത്സരത്തിനിറങ്ങിയേക്കും.
പീരിമേട് EM അഗസ്തി, റോയ് കെ പൗലോസ്, PA ജോസഫ് എന്നിവരുടെ പേരുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളത്ത് സിറ്റിംഗ് MLA-മാർക്ക് കാര്യമായ മാറ്റമില്ല. വോട്ടിന് വേണ്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്തേക്കും. പെരുമ്പാവൂരിൽ മാത്യു കുഴൽനാടനാകും മാറ്റുരയ്ക്കുക. തൃപ്പൂണിത്തുറയിൽ സിറ്റിംഗ് MLA-ആയ K. ബാബുവിനൊപ്പം ലാലി വിൻസെന്റിന്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ പേരിനാണ് പ്രഥമ സ്ഥാനം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആര്യാടനു പകരം VV പ്രകാശിനോ ആര്യാടൻ ഷൌക്കത്തിനോ ആണ് സാധ്യത. കണ്ണൂരിൽ AP അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പകരം K. സുധാകരൻ മത്സരരംഗത്തെത്തും. ഉദുമയിൽ T. സിദ്ദിഖ് ഉൾപ്പെടെ 4 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അന്തിമ പട്ടിക പുറത്തുവരുമ്പോൾ നേരിയ മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാന്തിഗിരി ആശ്രമത്തിൽ പൂജിത പീഠം സമർപ്പണം ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ പ്രത്യേക പുഷ്പാഞ്ജലിക്കും ആരാധനയ്ക്കും പിന്നാലെ ധ്വജം ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പൂജിത പീഠം സമ്മേളനം ശ്രീലങ്കൻ പാർലമെന്ററി മാധ്യമ വിഭാഗം മന്ത്രിയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ജയന്ത കരുണതിലക ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള P. ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നേക്കും. വിവരങ്ങളുമായി സിജു കണ്ണഞ്ചേരിയാണ്. സിജു, ജയരാജനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളമായി? ശ്രീധര ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ ഉത്തരവുമായി കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഉത്തരവ് കൈമാറിയ ശേഷമായിരിക്കും മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് വഴിയാണ് പി ജയരാജനെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ കോഴിക്കോട് കാർഡിയാക് വിഭാഗത്തിലെ മെഡിക്കൽ ബോർഡിന്റെ എടുത്ത തീരുമാനപ്രകാരമാണ് ജയരാജനെ മാറ്റുന്നത്. ഹൃദ്രോഗ സംബന്ധമായ അസുഖമുള്ളതിനാൽ നെഞ്ചുവേദന ഉൾപ്പെടെയുള്ള അസ്വാസ്ഥ്യം ജയരാജന് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ബോർഡാണ് വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമുള്ള തിരുവനന്തപുരം ശ്രീചിത്ര ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ഏതായാലും അല്പസമയങ്ങൾക്കകം പി ജയരാജനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. സിജു കണ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജനെ അറസ്റ്റ് ചെയ്തത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. വെട്ടിനുറുക്കപ്പെട്ട കൈയുമായി ജീവിക്കുന്ന P. ജയരാജൻ കമ്മ്യൂണിസ്റ്റ് ധൈര്യത്തിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. UAPA നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ.